നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുത്തശ്ശി എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഓരോ കുട്ടികളും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഓർക്കുന്നത് അവരുടെ കയ്യിലുള്ള ചില്ലറ പൈസ അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു തുക, അത് എത്രയാണെങ്കിലും അത് ആരും അറിയാതെ നമ്മുടെ കയ്യിലേക്ക് തരുന്ന ഒരു രീതിയാണ്. പലപ്പോഴും മുത്തശ്ശിയെ കാണാൻ പോകുമ്പോൾ അവർ നമുക്ക് നൽകുന്ന ആ ഒരു ചെറിയൊരു പണം അത് വളരെ സന്തോഷത്തോടെ നമ്മൾ വാങ്ങി തിരിച്ചു പോകുന്നതായിരിക്കും ഓർമ്മ. എന്നാൽ അതേ രീതിയിലുള്ള ഒരു മുത്തശ്ശിയെ സ്വന്തം ചെറുമകൻ അതിക്രൂരമായിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. അതും ഈ പറഞ്ഞതുപോലെ ആ മുത്തശ്ശിയിൽ നിന്ന് ചില തുക ലഭിച്ചിട്ടില്ല എന്നതിന്റെ പേരിൽ. കൊല്ലം ചവറയിലാണ് കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലുളവാക്കിക്കൊണ്ട് അത്തരത്തിലൊരു വാർത്ത പുറത്തു വരുന്നത്. മുത്തശ്ശിയെ ചെറുമകൻ കഴുത്തറുത്ത് കൊലപ്പെടുത്തുകയായിരുന്നു. ചവറ വട്ടത്തറ ക്രസന്റ് മുക്കിൽ കണിയായത്ത് വീട്ടിൽ സുലേഖ ബീവി എന്ന് പറയുന്ന 78 വയസ്സുകാരിയായ മുത്തശ്ശിയെയാണ് കൊച്ചുമകൻ കൊലപ്പെടുത്തിയത്. സംഭവത്തിൽ ചെറുമകനായ ഷാനവാസിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. സുലേഖയെ കൊന്ന ശേഷം ഷാനവാസ് കട്ടിലിനടിയിൽ അവരുടെ മൃതദേഹം ഒളിപ്പിച്ചു എന്നാണ് പോലീസ് കണ്ടെത്തിയത്. മൃതദേഹം ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിലായിരുന്നു ഉണ്ടായിരുന്നത്. സംഭവത്തിൽ കൂടുതൽ അന്വേഷണങ്ങൾ നടത്തിവരികയാണ് പോലീസ്. വീട്ടിൽ വച്ചാണ് കൊലപാതകം നടന്നതെന്നാണ് നിലവിൽ പുറത്തുവരുന്ന സൂചന. സംഭവം നടക്കുമ്പോൾ ഷാനവാസും സുലേഖ ബീവിയും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. ലഹരി വസ്തുക്കൾ വാങ്ങാൻ സുലേഖ ബീവി തന്റെ പെൻഷൻ പണം മകന് നൽകിയില്ല എന്നതിന്റെ വൈരാഗ്യത്തിലാണ് ചെറുമകനായ ഷാനവാസ് കൊലപാതകം നടത്തിയതെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. വിവരമറിഞ്ഞ് ഷാനവാസിന്റെ ഉമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചതടക്കമുള്ള കാര്യങ്ങൾ പുറത്തുവരുന്നു. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. ഷാനവാസിന്റെ ഉമ്മ മുംതാസ് സമീപത്തെ വിവാഹ സൽക്കാരത്തിന് വേണ്ടി പോയ സമയത്ത് മുംതാസിന്റെ സഹോദരൻ ഹുസൈൻ വീട്ടിലെത്തിയപ്പോൾ കതക് അടഞ്ഞു കിടക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണം തുടങ്ങുന്നത്. വീട്ടിലുള്ളവരെ ആരെയും വിളിച്ചിട്ട് വാതിൽ തുറന്നിരുന്നില്ല. അകത്തേക്ക് നോക്കിയ സമയത്ത് വീടിനുള്ളിൽ ആരോ ഒരാൾ ഉണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം മനസ്സിലാക്കി. ഇതേ തുടർന്ന് ഇദ്ദേഹം നാട്ടുകാരുടെ സഹായത്തോടെ കതക് ബലമായി തുറന്ന് അകത്ത് കടക്കുന്നതിനിടെയാണ് ഷാനവാസ് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത്. ഇതിൽ സംശയം തോന്നിയ നാട്ടുകാരും ഹുസൈനും ഉടൻ തന്നെ ഷാനവാസിനെ ഓടിച്ചിട്ട് പിടിക്കുകയായിരുന്നു. ഇയാൾ അപ്പോൾ ലഹരി ഉപയോഗിച്ചതിന്റെ ഉന്മാദാവസ്ഥയിലായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. സുലേഖയെ പിന്നീട് അന്വേഷിച്ചെങ്കിലും കണ്ടെത്താനാകാതിരുന്നതോടെ നാട്ടുകാർക്ക് ആശങ്കയായി. ഇതേ തുടർന്ന് ഒടുവിൽ കട്ടിലിനടിയിൽ നോക്കിയപ്പോഴാണ് ബെഡ്ഷീറ്റിൽ പൊതിഞ്ഞ നിലയിൽ ഇവരുടെ മൃതദേഹം കണ്ടെത്തുന്നത്. ഇതേ തുടർന്ന് ചവറ പോലീസിൽ വിവരം അറിയിക്കുകയും പോലീസ് ഉടൻ തന്നെ അവിടെ എത്തുകയുമായിരുന്നു. ഈ സമയം വിവാഹ സൽക്കാരം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴാണ് മുംതാസ് ഈ വിവരം അറിയുന്നത് പോലും. ഇതിൽ മനംനൊന്താണ് മുംതാസ് ആത്മഹത്യക്ക് ശ്രമിച്ചത്. പോലീസ് എത്തി ഷാനവാസിനെ കസ്റ്റഡിയിലെത്തുന്നാലും ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്. ഷാനവാസിന്റെ പേരിൽ നിരവധി ക്രിമിനൽ കേസുകൾ നിലവിലുള്ളതായിട്ടാണ് പോലീസ് പറയുന്നത്. അതേസമയം കൊല്ലത്ത് നിന്ന് ഇത്തരത്തിൽ കൊല്ലം കേന്ദ്രീകരിച്ചുകൊണ്ട് അതിദാരുണമായിട്ടുള്ള ഓരോ കൊലപാതക വാർത്തകളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ഭീമമായിട്ടുള്ള ഒരു കാര്യം. അമ്മയെ മകൻ കൊല്ലുന്നു, മകനെ അമ്മ കൊല്ലുന്നു, കുട്ടികളെ കൊല്ലുന്നു, ബന്ധുക്കളെ കൊല്ലുന്നു. അത്തരത്തിൽ കൊല്ലത്ത് നിന്ന് ഇപ്പോൾ കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ട് ഓരോ ദിവസവും വ്യത്യസ്തപരമായിട്ടുള്ള അതിദാരുണമായിട്ടുള്ള കൊലപാതക റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് അത്തരത്തിലൊരു വാർത്ത പുറത്തു വന്നത്. അതായത് ഒരു 2 വയസ്സുള്ള കുട്ടിയെ കാണാതായ വാർത്തകൾ മാസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നിരുന്നു. പക്ഷേ കഴിഞ്ഞ ദിവസം ഏറെ ഞെട്ടലുളവാക്കിക്കൊണ്ട് ആ 2 വയസ്സുകാരിയുടെ തിരോധാനം എന്ന് പറയുന്നത് ആ കുഞ്ഞിന്റെ അമ്മയും 3 അച്ഛനും ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നുള്ള വിവരങ്ങളാണ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നത്. കൊല്ലം കരിയാറയിൽ നിന്നാണ് 1 മാസം മുൻപ് കാണാതായ 2 വയസ്സുകാരിയെ തമിഴ്നാട്ടിൽ അവരുടെ അമ്മയും ഈ പറയുന്ന അമ്മയുടെ 3ാമത്തെ ഭർത്താവും ചേർന്ന് കൊലപ്പെടുത്തിയതെന്ന് പോലീസ് കണ്ടെത്തുന്നത്. തമിഴ്നാട്ടിൽ എത്തിച്ച കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്നാണ് വിവരം. കുട്ടിയുടെ അമ്മയെയും അച്ഛനെയും 3 അച്ഛനെയും തമിഴ്നാട് പോലീസാണ് അറസ്റ്റ് ചെയ്തത്. കാര്യറ സ്വദേശിനി കാലസൂര്യയുടെ മകൾ അനശ്വരയാണ് സ്വന്തം അമ്മയുടെ കൈകളാൽ കൊല്ലപ്പെട്ടത് എന്നുള്ളത് ഏറെ ദയനീയമാണ്. സംഭവവുമായി ബന്ധപ്പെട്ട് കാലസൂര്യയും ഭർത്താവ് തെങ്കാശി പുളിയറ ഭഗവതിപുരം സ്വദേശിയായിട്ടുള്ള കണ്ണനും പോലീസിന്റെ പിടിയിലായിട്ടുണ്ട്. 1 മാസം മുൻപ് അനശ്വരയെ ഇവർ കൊലപ്പെടുത്തിയെന്നാണ് വിവരം. അനശ്വരയെ കാണാനില്ല എന്ന് പറഞ്ഞ് കാലസൂര്യയുടെ അമ്മ സന്ധ്യ കഴിഞ്ഞ ചൊവ്വാഴ്ച തന്നെ രാത്രി 10-ന് പുനലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. ഇതേ തുടർന്നുള്ള അന്വേഷണത്തിലാണ് അനശ്വരയെ കൊലപ്പെടുത്തിയതടക്കമുള്ള വിവരങ്ങൾ പുനലൂർ പോലീസിന് ലഭിക്കുന്നത്.
സംഭവം സംബന്ധിച്ച് പുനലൂർ പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. പുനലൂരിലുള്ള അകന്ന ബന്ധുവിനൊപ്പം താമസിക്കുന്ന കാലസൂര്യയെ സ്റ്റേഷനിലെത്തിച്ച് കുട്ടിയെക്കുറിച്ച് അന്വേഷിക്കുകയായിരുന്നു. പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞതിനെ തുടർന്നാണ് വിശദമായിട്ട് അവരെ ചോദ്യം ചെയ്യാൻ തീരുമാനിച്ചത്. ഈ ചോദ്യം ചെയ്യലിൽ 1 മാസം മുൻപ് ഒരു രാത്രിയിൽ കണ്ണൻ മധുര ചെക്കാനൂരണി കോഴി ഫാമിൽ വച്ച് മദ്യലഹരിയിൽ അനശ്വരയെ കൊലപ്പെടുത്തിയെന്നാണ് പറഞ്ഞത്. തുടർന്ന് പുനലൂർ പോലീസ് കാലസൂര്യയുമായി മധുര ജില്ലയിലെ ചെക്കാനൂരിലെ പോലീസ് സ്റ്റേഷനിലെത്തി അന്വേഷണം നടത്തിയതിലൂടെ അനശ്വരയെ കൊലപ്പെടുത്തി മറവ് ചെയ്തു എന്നത് കണ്ടെത്തുകയായിരുന്നു. കാലസൂര്യ കുട്ടിയുടെ മൃതദേഹം മറവ് ചെയ്യാൻ സഹായിച്ചതായി മനസ്സിലാക്കിയതോടെ ഇരുവരും ചെക്കാനൂരണി പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. കാലസൂര്യ ആദ്യം കലയനാട്ടുള്ള ഒരാളെ വിവാഹം ചെയ്ത് അതിലൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു എന്നാണ് വിവരം. പിന്നീട് ഈ ഭർത്താവിനെയും കുഞ്ഞിനെയും ഉപേക്ഷിച്ച് അഞ്ചൽ വടമണിയിലുള്ള മറ്റൊരാളുമായിട്ട് ഇഷ്ടത്തിലായി. ഈ ബന്ധത്തിലുള്ളതാണ് അനശ്വര എന്നാണ് വിവരം. പിന്നീട് 18 വയസ്സുള്ള കണ്ണനുമായിട്ട് ഇഷ്ടത്തിലാകുകയും കുളത്തുപുഴയിൽ വിവാഹിതയാകുകയുമായിരുന്നു. പിന്നീട് ഇവർ തെങ്കാശിയിലും മധുര ചെക്കാനൂരിലുമുള്ള ഒരു കോഴി ഫാമിൽ ജോലി ചെയ്തു വരികയായിരുന്നു എന്നാണ് വിവരം. പുനലൂർ ASP അപർണയുടെ മേൽനോട്ടത്തിലാണ് പുനലൂർ SHO S വിജയശങ്കർ, SIമാരായിട്ടുള്ള MS അനീഷ്, N രാജേഷ്, ശിശിര, ASI ശൈലജ, CPOമാരായിട്ടുള്ള പ്രീത പപ്പച്ചൻ, ജംഷീദ്, ശ്രീകുട്ടൻ എന്നിവരടക്കമുള്ള പോലീസ് സംഘം ഈ ഒരു കേസ് അന്വേഷിച്ചത്. എന്തായാലും നിർണായകമായിട്ടുള്ള ഇത്തരത്തിലുള്ള വാർത്തകളാണ് കൊല്ലത്ത് നിന്ന് പുറത്തു വരുന്നത് എന്ന് പറയുമ്പോൾ കൊല്ലത്തെ ആളുകൾക്ക് പൊതുവെ ഇത്തരത്തിൽ ക്ഷമ നശിച്ചു തുടങ്ങിയോ എന്ന തരത്തിലുള്ള സംശയങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്നുണ്ട്. പലതരത്തിലുള്ള കേസുകളാണ് കൊല്ലത്ത് നിന്ന് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. നിസാരമായിട്ടുള്ള വിഷയങ്ങൾ മുതൽ അതിഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ വരെ എല്ലാത്തിനും ഒരു നടപടി എന്നുള്ളത് ഒരു കൊലപാതകമാണോ എന്നുള്ള തരത്തിലാണ് ഈ ഒരു ഓരോ റിപ്പോർട്ടുകളും പുറത്തു വരുമ്പോൾ ആശങ്കയുണ്ടാകുന്നത്.